യെസ്, പുതിയ സർക്കാർ അധികാരത്തിലേറി 1.5 മാസത്തിലേക്ക് എത്തുമ്പോൾ തന്നെ സർക്കാരിനകത്ത് വലിയ കല്ലുകടി, അത് UDF-ൽ കല്ലുകടി, കോൺഗ്രസിനകത്ത് വലിയ കല്ലുകടി സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത്. എങ്കിൽ അധികാരത്തിലെത്തിയ ശേഷം മുസ്ലിം ലീഗ് നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന വിമർശനം പാർട്ടിക്കകത്ത് ശക്തമാവുകയാണ്. PMAY ലോഗോ വിവാദം, KM ഷാജിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം നമുക്കറിയാം. അതിനുശേഷം നമുക്കറിയാം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന, അതായത് PM ശ്രീ പദ്ധതിയൊക്കെ അറബിക്കടലിൽ എറിയും എന്നതായിരുന്നു ലീഗിന്റെ നിലപാട്. പക്ഷേ ഷംസുദ്ദീനാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ PM ശ്രീ തുടരേണ്ട സാഹചര്യമെന്ന് നിയമസഭയിൽ തന്നെ N ഷംസുദ്ദീന് പറയേണ്ടതായി വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇങ്ങനെ അധികാരത്തിലെത്തിയ ശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗം പോലും വിളിച്ചു ചേർക്കാത്ത ഒരു പശ്ചാത്തലം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. CV അനുമോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ലീഗിലെ ഒരു വിഭാഗത്തിനും കടുത്ത അതൃപ്തി. കാരണം വിഷയങ്ങളിലൊക്കെ യൂടേൺ അടിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ശേഷാദ്രിനാഥന്റെ നിയമനം പോലും നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സംഘപരിവാർ അനുഭാവിയാണ്. വാർഡ് വിഭജനത്തിലും ഒരുപക്ഷെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം ഉണ്ടായാൽ അതിലുമൊക്കെ BJPക്ക് അനുകൂലമാകും സാഹചര്യമെന്ന് വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതിനിടയിലാണല്ലോ ലീഗിലെ അതൃപ്തിയും. അത് എത്രത്തോളം ശക്തമാണ് അനുമോദ്? അഭിലാഷ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച PM ശ്രീ പദ്ധതിയാവട്ടെ, PMAYയുടെ ലോഗോ ആവട്ടെ, മദ്യനയമാവട്ടെ, അങ്ങനെ ഏത് വിഷയത്തിലാണെങ്കിലും ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നോ ലീഗ് വലിയ പ്രതിഷേധം ഉയർത്തുകയും മുൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നതെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ ലീഗിൻ്റെ നിലപാട് മാറി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം. അതിലേറ്റവും വിമർശനം ഉയരുന്നത് KM ഷാജിക്കെതിരെ തന്നെയാണ്. നമുക്കറിയാം, ഷാജി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ഒരു തീപാറുന്ന പ്രസംഗങ്ങൾ നടത്തി യുവാക്കളെ ആവേശം കൊള്ളിച്ച് സർക്കാരിനെ നിശബ്ദമായ ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന KM ഷാജി ഇപ്പോൾ വളരെ മൈൽഡായിട്ടാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് പോലും. മാത്രമല്ല, മന്ത്രി എന്ന നിലയിൽ വളരെ പക്വതയാർന്ന പ്രതികരണങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ. അതൊക്കെ തന്നെ യൂത്ത് ലീഗിനെ സംബന്ധിച്ചും മറ്റ് ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് മറ്റും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു. പറച്ചിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അങ്ങനെ മാറി എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ആ ലോഗോ മാത്രം വയ്ക്കുന്ന പദ്ധതിയാണ് PMAYയുടെ, അത് പ്രധാനമന്ത്രിയുടെ മുഖമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ അതിനെ എതിർത്തുന്നവർക്ക് എങ്ങനെയാണ് ഈ ഷാജി പറഞ്ഞതിന് ഉൾക്കൊള്ളേണ്ടതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊക്കെ അപ്പുറത്തായിട്ട് പാർട്ടിയും അതേപോലെ തന്നെ മന്ത്രിമാരും രണ്ട് തലത്തിലാണ് പോകുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത്. അതിൽ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടി പറഞ്ഞ ഭൂരിഭാഗം പേർക്കും പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമനം ലഭിച്ചില്ല. അതിലൊക്കെ യൂത്ത് ലീഗിനും മറ്റ് MSF-നും അടക്കമുള്ളവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും അതേപോലെ കൊടി പിടിക്കാനും തെരുവിലിറങ്ങാനും ഒക്കെ ഒരു വിഭാഗം ആളുകളും പേഴ്സണൽ സ്റ്റാഫിൻ്റെ പട്ടിക എടുത്തപ്പോൾ അതിൽ ഈ പറയുന്ന പട്ടികയിലൊന്നും പെടാത്തവരും വന്നു എന്നുള്ള ആക്ഷേപം യൂത്ത് ലീഗിനോ വല്ലാതെ ഉണ്ട്. അതൊക്കെ അവർ വലിയ വിമർശനമായിട്ട് യോഗങ്ങൾ ഉയർത്തുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ ചേർന്ന് ഇത് മുതിർന്ന നേതാക്കൾക്കും പല അഭിപ്രായങ്ങളും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പോലും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാർട്ടിയുടെ വിമർശനങ്ങൾ തന്നെ യോഗത്തിൽ ചർച്ചയാകേണ്ടതാണ്. ആ തരത്തിൽ യോഗം വിളിച്ചു തീർക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആകെത്തുകയായിട്ട് പറയുമ്പോൾ ഭരണത്തിലേറിയ ശേഷം ലീഗിൻ്റെ പ്രവർത്തനം പാർട്ടി നേതാക്കൾ ആഗ്രഹിക്കുന്ന പോലെയല്ല മന്ത്രിമാരും സർക്കാരും പോകുന്നത് എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. പല നേതാക്കളും പരസ്യമായി ഇത് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇതാണ് അവസ്ഥ എന്ന തരത്തിലേക്കാണ് അവരുടെയൊക്കെ മൗനം സൂചിപ്പിക്കുന്നത് എന്നാണെങ്കിലും തീർച്ചയായും. അതായത് അനുമോദ് ഈ പറയുന്ന പോലെ, അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെയെങ്കിലും അതൊരു കേഡർ സംവിധാനം പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. സാധാരണ നിലയിൽ എന്തൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും അവമതിപ്പുണ്ടായാലും ഒക്കെ നേതാക്കൾ അത് പരസ്യമായി മാധ്യമങ്ങളോട് പറയാറില്ല. അവിടുത്തെ അവസാനത്തെ വാക്ക് തങ്ങളാണ് എന്നതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇതിപ്പോൾ യുവ നേതാക്കൾക്ക് അടക്കം കൃത്യമായൊരു അതൃപ്തി, അത് പുകയുന്നു എന്നത് വസ്തുത തന്നെയായി കണ്ടുകൊണ്ട് അതിൽ നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുമോ? അതിനൊക്കെ അപ്പുറത്ത് ഈ വിഷയങ്ങളിൽ നിന്നൊന്നും പിന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണോ ലീഗ് ഇപ്പോൾ കടന്നു പോകുന്നത്? അതിപ്പോൾ PM ശ്രീ ആകട്ടെ സർക്കാരിൻ്റെ ഭാഗമാകുന്നു, ഫണ്ട് കണ്ടെത്തണം. ഈ പറയുന്നത് പോലെ ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിലും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രതിസന്ധി സാഹചര്യം ആണോ ഇപ്പോൾ നേരിടുന്നത്?
തീർച്ചയായും ഭരണത്തിലേറിയതിന് ശേഷം പൂർണ്ണമായിട്ടും പഴയതുപോലെ എല്ലാത്തിലും പ്രതികരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ മുകൾ തട്ടിലുള്ള നിലപാട്. കാരണം ഭരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സർക്കാരിൻ്റെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ കൂടി ഉൾപ്പെടുന്ന, അവർ കൂടി നേതൃത്വം സർക്കാരാണ് നിലവിലുള്ളത്. അപ്പോൾ പ്രായോഗികമായിട്ടുള്ള തരത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നതാണ് പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. അതിന് വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും ഈ പറയുന്ന പ്രതികരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM സലാമൊക്കെ ഒരു വിഷയത്തിൽ പ്രതികരിച്ച കാലം എത്രയായി എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് കണക്കാക്കേണ്ടി വരും. അദ്ദേഹം UDF സർക്കാർ അധികാരത്തിലേറിയുടെ പ്രധാന വിഷയങ്ങളൊന്നും പ്രതികരിക്കുന്നേയില്ല. കാരണം അദ്ദേഹത്തിന് അഭിപ്രായമില്ലാത്തതുകൊണ്ട് അല്ല, മറിച്ച് പാർട്ടിയുടെ നിർദ്ദേശം അങ്ങനെ പ്രതികരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും അദ്ദേഹം എഴുതുന്നുണ്ട്, പല ആനുകാലികങ്ങളിലും സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ഒക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു പരസ്യ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് മാത്രം പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുന്നു. അപ്പോൾ ഒരു തലത്തിൽ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ ലീഗ് അവരുടെ നയങ്ങൾ തുടരുന്നു എന്ന് പറയുമ്പോഴും താഴെത്തട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇത് എത്രമാത്രം ഉൾക്കൊള്ളാനാകുന്നു എന്ന ചോദ്യത്തിന് പൂർണ്ണമായി ഉത്തരം നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതായത് മുൻപ് പറഞ്ഞതൊക്കെ തിരുത്തി പറയുന്ന അവസ്ഥ എന്ന സാഹചര്യത്തിലേക്ക് ഭരണത്തിലേറിയ ശേഷം ലീഗ് മാറി എന്നാണ് അവർ തന്നെ പറയുന്നത്. അതിപ്പോൾ മദ്യനയത്തിൽ ലീഗിൻ്റെ നയം മദ്യവർജനമാണെങ്കിലും UDFൻ്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്ന ഒരു തട്ടുന്യായം പറയുന്ന അവസ്ഥയിലേക്ക് ലീഗ് നേതാക്കൾ, മന്ത്രിമാരൊക്കെ പോകുമ്പോൾ അതൊന്നും ലീഗ് അണികളെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ്. PM ശ്രീയിൽ എത്രമാത്രം മുദ്രാവാക്യം വിളിച്ചു, എത്രമാത്രം തെരുവിലിറങ്ങിയെന്ന ചോദ്യമാണ് MSFും യൂത്ത് ലീഗൊക്കെ ഉയർന്നത്. ഇപ്പോൾ അതേ PM ശ്രീ നടപ്പിലാക്കിയേ തീരുവെന്ന് ആ സാഹചര്യമാണെന്ന് മന്ത്രി ഷംസുദ്ദീൻ പറയുമ്പോൾ അത് യാഥാർത്ഥ്യം എങ്ങനെയാണെങ്കിൽ പോലും ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രവർത്തകരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യം തന്നെയാണ്. അങ്ങനെ ലീഗിൻ്റെ മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നയങ്ങൾ രണ്ട് തരത്തിലേക്ക് പോകുന്നു എന്ന ചോദ്യമാണ് വരുന്നത്. എന്നാണെങ്കിൽ നേതൃത്വം ഏറെ വൈകാതെ യോഗം വിളിക്കുന്നു. പക്ഷേ ഭരണത്തിലേറിയുള്ള പ്രവർത്തനമാണ് പ്രധാനമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ഒരു സർക്കാർ അധികാരത്തിലേറി 1 മാസം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കാലം കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സർക്കാരിനെ ബാധിക്കുന്ന അവസ്ഥയുണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തന്ത്രപരമായ മൗനം, അതായത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചുള്ള ഈ മൗനം പാലിക്കലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. യെസ്, എന്തായാലും ഭരണത്തിലേക്ക്, അതായത് 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്ന ലീഗ് ഭരണത്തിലേക്ക് കയറുമ്പോൾ ആ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്ന പല വിഷയങ്ങളിലും നിലപാട് മാറ്റേണ്ടതായി വന്നു. അത് സർക്കാരിൻ്റെ നിലപാടായി മാറുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് PM ശ്രീ പദ്ധതിയും ഏറ്റവും ഒടുവിൽ ഈ ശേഷാദ്രിനാഥൻ്റെ നിയമനവും ഒക്കെയായി ബന്ധപ്പെട്ട് പൊതുവിൽ UDFനകത്ത് അസ്വാരസ്യങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഒപ്പം ലീഗിനകത്തും ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയാണ്. അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് വരുമോ എന്നത് നമുക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ നേതൃത്വം അതിൽ ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നടന്നേക്കാം. പക്ഷേ ലീഗിനകത്ത് ഈ അമർഷം പുകയുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം.